Hi friends, welcome to my channel. Hi friends, welcome to my channel. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ക്യാരറ്റ് ഹൽവയാണ്. ദീപാവലിക്ക് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്വീറ്റ് ഡിഷാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ക്യാരറ്റാണ് വേണ്ടത്. ക്യാരറ്റ് നമുക്ക് 5 മുതൽ 8 വരെ എടുക്കാം. പിന്നെ അതിന് ശേഷം അതൊന്ന് പുഴുങ്ങിയെടുക്കണം. കട്ട് ചെയ്ത ശേഷം ഒന്ന് കുക്കറിലിട്ട് പുഴുങ്ങിയെടുക്കാം. ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. 1 ഗ്ലാസ് പഞ്ചസാരയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ 5-6 ഏലക്കയുടെ കുരുവ് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഞാൻ കാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നിറനെയ്യ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ച കാഷ്നട്ട് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ബാക്കി നെയ്യിലേക്ക് നമുക്ക് അരച്ച് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ജലാംശമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒന്ന് വെള്ളത്തിൽ കലക്കിയ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം വറ്റി വന്നവരെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ജലാംശം എല്ലാം പോയി കഴിഞ്ഞ ശേഷം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. നെയ്യ് ഏകദേശം 1/4 കപ്പോളം വേണ്ടി വരും. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നെയ്മയം ഒന്ന് തെളിഞ്ഞ് വന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നെയ്യ് ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് എണ്ണയായാലും ഇട്ട് കൊടുത്താൽ മതി. കുറേശ്ശായിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് കണ്ടോ, തവയിൽ നിന്ന് വിട്ട് വന്നവരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. ഇതുപോലെ നന്നായിട്ട് വിട്ട് വന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്നട്ട്സ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അതിനുശേഷം എണ്ണ തടവിയ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് അമർത്തി കൊടുക്കുക. നമുക്ക് ചൂടാറിയ ശേഷം സ്ക്വയർ ടൈപ്പിലോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസായിട്ട് അറിയിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ നാൻസി സൈനിങ് ഔട്ട്. ബൈ.